അതുപോലെ തന്നെ നമ്മുടെ സഹോദരതുല്യമായി ഞങ്ങളൊക്കെ കാണുക, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ മക്കളെ മകനായി കാണുന്ന നമ്മുടെ യോബോസിനും, അതുപോലെ തന്നെ സഹകാരൻ മറ്റ് ശ്രേഷ്ഠ വൈദിക ശ്രേഷ്ഠരുടെ എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും നമ്മുടെ ഈ ഇടവകയുടെ പേരിലുള്ള ഹാർദവമായ സ്വാഗതം ഒരു നിറഞ്ഞ മനസ്സോടെ ഹരഘോഷത്തോടെ നമുക്ക് സ്വാഗതം ആശംസിക്കാം. ഈ കൃതജ്ഞതാ ബലിക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് പ്രാരംഭഗാനത്തിന് വേണ്ടി ഗായകസംഘത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടു കൂടെ നവദിനാഘോഷങ്ങളുടെ നിറവിലായിരിക്കുന്ന റാന്നി വിറ്റിപ്പുറ ദേവാലയത്തിലെ അംഗങ്ങളായ ഒപ്പം ഈ ദേശവാസികളുടെ എല്ലാം അനുഗ്രഹമായിട്ട് തീർന്നിരിക്കുന്ന ഈ വിശുദ്ധയുടെ മാധ്യസ്ഥ യാചിച്ച് ഇന്ന്
ഈ ദേവാലയത്തിലുമായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ കൊച്ചു കുടുംബത്തിന് നേതൃത്വം നൽകുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് ഏവർക്കും സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ പോൾ കാലപ്പള്ളിയച്ഛൻ, ഇവിടെ ആയിരിക്കുന്ന എല്ലാ വൈദികരുടെയും പേരിൽ ഈ നവതി ആഘോഷങ്ങളായിട്ടുള്ള പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഒത്തിരി സ്നേഹത്തോടെ നേരിടുകയാണ്. ഈ വിശുദ്ധബലി ഞാൻ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുക. നിങ്ങളുടെ വിവിധങ്ങളായ നിയോഗങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലെ ആകുലതകളും പ്രയാസങ്ങളും, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്. പരസ്പരം സ്നേഹിക്കാൻ കഴിയാത്ത, എളിമപ്പെടാൻ കഴിയാത്ത ജീവിതങ്ങളുണ്ടാകും. രോഗികളായിരിക്കുന്ന വ്യക്തികളുണ്ട്. എല്ലാവരെയും ഈ വിശുദ്ധ ബലിയിൽ പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈ ദേവാലയത്തിൽ ഒത്തിരി കുഞ്ഞുമക്കളുണ്ട്. നിങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറയട്ടെ. ഈ വൈദികർ ഒന്നു ചേർന്ന് കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ബോധത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ബുദ്ധിയുടെയും തെളിവിൻ്റെ ആത്മാവ് നിങ്ങളെ ബലപ്പെടുത്തിട്ട് ശക്തിപ്പെടുത്തിട്ട് നമ്മുടെ ഈ സമൂഹത്തിലെ എല്ലാ യുവതി യുവാക്കളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ശരിയായ ജീവിത അന്തസ്സ് തിരഞ്ഞെടുക്കുക. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന യുവതി യുവാക്കൾക്ക് ഉന്നതമായിട്ടുള്ള വിജയം ലഭ്യമാകാൻ നമുക്ക് ഈ നിമിഷത്തിൽ ദൈവപിതാവിൻ്റെ കരുണയ്ക്കായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ത്രിത്വൈക ദൈവത്തിൻ്റെ സഹവാസം നമ്മളോട് കൂടി ഉണ്ടാകട്ടെ. നമുക്കൊന്ന് ചേർന്നുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈശ്വരത്തിൽ സന്നിധി സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, സകല വിപത്തുകളെ ഞങ്ങളിൽ നിന്ന് ദയാപൂർവം അകറ്റണമേ. അങ്ങനെ മനസ്സിലും ശരീരത്തിലും ഒന്നുപോലെ മോചിതരായി അങ്ങേക്കുള്ള സ്വതന്ത്ര മനസ്സോട് ഞങ്ങൾ പിൻചെല്ലുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നു അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, അക്കാലത്ത് നിന്റെ ജനത്തിന്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ജനത രൂപം പ്രാപിച്ചതു മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും. എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷപ്പെടും. ഭൂമിയിലെ പൊടിയിലിറങ്ങുന്ന അനേകർ ഉണരും. ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും. ജ്ഞാനികൾ ആകാശവിധാനത്തിന്റെ പ്രഭ പോലെ തിളങ്ങും. അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നും പ്രകാശിക്കും. കർത്താവിന്റെ വചനം.
ദൈവമേ നീ കാത്തുകൊള്ളണമേ ഞാനങ്ങേ ശരണം വെച്ചിരിക്കുന്നു എന്റെ ഭാവകരീയം അവിടുത്തെ കരങ്ങളിലാണ് കർത്താവിപ്പോഴും എന്റെ കൺമുന്നിലുണ്ട് അവിടുന്ന് എന്റെ വലതുഭാഗത്തുള്ളതു കൊണ്ടു ഞാൻ കുലുങ്ങുകയില്ല ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ ഞാനങ്ങേ ശരണം വെച്ചിരിക്കുന്നു ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ ഞാനങ്ങേ ശരണം വെച്ചിരിക്കുന്നു ഹൃദയം സന്തോഷിക്കുകയും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു എന്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല അമ്മയോടെ പരിശുദ്ധൻ ജീവിക്കാൻ അനുവദിക്കുകയില്ല ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ ഞാനങ്ങേ ശരണം വെച്ചിരിക്കുന്നു ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ ശരണം വെച്ചിരിക്കുന്നു അമ്മയ്ക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു അമ്മയോടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട് അമ്മയോടെ വലതുകൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട് ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ ഞാനങ്ങേ ശരണം വെച്ചിരിക്കുന്നു ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ ഞാനങ്ങേ ശരണം വെച്ചിരിക്കുന്നു ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് പാപങ്ങൾ അകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ചർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്യുന്നു. എന്നാൽ അവനാകട്ടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായുള്ള ഏകബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. ശത്രുക്കളെ തന്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏകബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. പാപമോചനം ഉള്ളിടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ലല്ലോ. കർത്താവിന്റെ വചനം. Hallelujah.
ഭവിക്കാതിരിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവൻ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. മഹത്വം. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ആ ക്ലേശങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സൂര്യൻ ഇരുട്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് നിലവിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അപ്പോൾ അവൻ ദൂതന്മാരെ അയക്കും. അവൻ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിന്റെ അതിർത്തികൾ വരെ 4 ദിക്കുകളിൽ നിന്നും അവന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. അത്തിമരത്തിൽ നിന്നും ഒരു ഉപമ പഠിക്കുവിൻ. അതിന്റെ കൊമ്പുകൾ ഇളതായി തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തെത്തിയിരിക്കുന്നെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കൽ എത്തിയിരിക്കുന്നെന്ന് ഗ്രഹിച്ചു കൊള്ളുക. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോവുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. എന്നാൽ ആ ദിവസത്തെയോ ആ മണിക്കൂറിനെയോ കുറിച്ച് പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ. സഹോദരി സഹോദരന്മാരെ, പല പ്രാവശ്യവും നിങ്ങളുടെ ഈ ഇടവകയിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ ഞായറാഴ്ച ഈ ഇടവക സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ആകമാനൊരു മാറ്റമാണ്. ഒരു വലിയൊരു ഉണർവ് നിങ്ങളിൽ ഓരോരുത്തരിലും ഞാൻ കാണുകയാണ്. ഒരു ചെറിയ കമ്മ്യൂണിറ്റി ആയ കാരണം എല്ലാവരുടെ മുഖം എനിക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ എല്ലാവരുടെ മുഖത്തൊരു സന്തോഷമുണ്ട്. നവതി ആഘോഷങ്ങളിങ്ങനെ ഇത്രമാത്രം മാറ്റം നിങ്ങളുടെ ഈ കൊച്ചു സമൂഹത്തിന് നൽകിയെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും എന്നാണ് ഞാൻ ഈ അവസരത്തിൽ ചിന്തിച്ചു പോയത്. തീർച്ചയായും നിങ്ങളുടെ ഈ സന്തോഷത്തിന് ഒരു ഇരട്ടി മധുരം രൂപതയിൽ തന്നെ സീനിയറായിട്ടുള്ളൊരു പറയുന്നില്ല. അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പീറ്റർ കുട്ടമ്മ വിളിച്ചതാണ്. വെട്ടുക്കനായിട്ട് അങ്ങനെ ഇരിക്കുക. വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ പോളച്ചിനോട് പറഞ്ഞത് കുട്ടപ്പുറച്ച് വന്നിട്ട് അത് പിന്നെ നോക്കി കഴിഞ്ഞപ്പം പീറ്റർ നെൽസനെ ചിന്തയിലേക്ക്, പിന്നെ വികാരിച്ച് നമ്മുടെ പുനഃവികാരിച്ച് നമ്മുടെ
ചെന്നിപ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായത്. പിന്നെ നമ്മുടെ അസിസി ഹോസ്പിറ്റലിലെ ചികിത്സ നമ്മളോട് കൂടിയുണ്ട്. ചങ്ങനാശ്ശേരി പേരുകൊണ്ട് ഇടവക വികാരിയായിരിക്കുന്ന ചെറുഷ്മ ഒക്കെ ഡയറക്ടറായിരിക്കുന്ന ഓടിത്തിരച്ചുണ്ട്. ഇവരുടെയൊക്കെ പിന്നെ 2 സിസ്റ്റേഴ്സിനെ ഒരു സിസ്റ്റർ ഇവരുടെയൊക്കെ ഒരു സാന്നിധ്യം കൂടുതൽ നിങ്ങളുടെ മനസ്സിലും ഇപ്പോൾ ഈ ദേശത്തിനൊക്കെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. ഈ സന്തോഷത്തിൽ എന്നും നിലനിൽക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ മനസ്സിൻ്റെ ആ സന്തോഷം ദേവാലയത്തോടും ബലിപീഠത്തോടുമുള്ള നിങ്ങളുടെ വലിയ സ്നേഹം അതൊരിക്കലും ഒരു കുറവുണ്ടാവില്ല. നമ്മൾ ഈ 10 വർഷത്തേക്ക് വികാരിച്ചുമാർ മാറും. 5 വർഷമൊക്കെയാണ് മാക്സിമം ഒരു വികാരിച്ച് നൽകുക. ചിലപ്പോൾ 2 വർഷം, ചിലപ്പോൾ 3 വർഷം, 4 വർഷം. നിങ്ങളുടെ സെറ്റിനറി ആഘോഷിക്കുമ്പോൾ ഇവിടെ ഏത് വികാരിച്ചനായിരിക്കും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഞാനാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അച്ഛന്മാർ മാറിയൊക്കെ പോകും. ഈ 10 വർഷങ്ങൾ ജീവിതത്തെ അല്പം കൂടി ഒന്ന് നവീകരിക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ട് ഇത് മാറും. നവതി ആഘോഷങ്ങളുടെ സമാപനം എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പറയും അത് സെന്റനറി ആഘോഷങ്ങളിലേക്കുള്ളൊരു തുടക്കമാണ്. ഒരു ആത്മീയമായിട്ടുള്ളൊരു ഉണർവിൻ്റെ സന്തോഷത്തിൻ്റെ ദിനങ്ങളായിട്ട് ഇതിൽ മാറ്റുന്നു. ഡിസംബർ മാസം 29-ാം തീയതി നമ്മുടെ രൂപതയിൽ, ഒപ്പം ലോകമെങ്ങുമുള്ള എല്ലാ രൂപതകളിലും സാധാരണ ജൂബിലി വർഷം, പ്രത്യാശയുടെ തീർത്ഥാടകൻ എന്ന ജൂബിലി വർഷം ആഘോഷിക്കപ്പെടാൻ പോവുകയാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് ആഗോള സഭയിലെ ഫ്രാൻസിസ് പാപ്പ 24-ാം തീയതി അത് നടത്തും. അപ്പൊ നിങ്ങളുടെ നവതി ആഘോഷങ്ങളുടെ സമാപനം 2025 ജൂബിലിയുടെ ഒരു തുടക്കമാണ്. ഇനി ആഘോഷങ്ങളുടെ നാടാണ്. ഇനി അല്പം കൂടി 1-2 വർഷം കൂടെ കഴിയുമ്പോൾ രൂപതയുടെ സെന്റിനറി ആഘോഷങ്ങളിലേക്ക് 2030 ആകുമ്പോൾ രൂപതയുടെ സെന്റിനറി ആഘോഷം. ഒപ്പം 2023 മഹാജൂബിലിയാണ്. ഈശോ ജനനത്തിന്റെ 2000 വർഷം ആഘോഷിക്കും. മഹാജൂബിലി. ആ ജൂബിലി ആഘോഷങ്ങളുടെ തുടർച്ച എന്നതായിരിക്കും നിങ്ങളുടെ ഈ കൊച്ചു സമൂഹത്തിന്റെ സെന്റിനറി ആഘോഷങ്ങൾ നടത്തപ്പെടുന്നത്. നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കർത്താവിനാലും ചേർത്ത് പ്രിയപ്പെട്ടവരാണ്. 12 അപ്പോസ്തലന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈശോയുടെ എല്ലാവരും സ്നേഹമായിരുന്നു. എന്നാൽ അല്പസ്നേഹം ഉണ്ടായിരുന്നു. കൂടുതലായിട്ട് കുട്ടിപ്പടി സ്നേഹം ഉണ്ടായിരുന്നു യോഹന്നാൻ. അതുകൊണ്ട് തന്നെയല്ലേ യോഹന്നാൻ ഈശോയുടെ പക്ഷത്തിൽ ചാരിക്കിടന്ന് ആ സ്നേഹം ഹൃദയത്തിന്റെ വെടിപ്പൊക്കെ കേട്ടിട്ട് പിന്നെ യോഹന്നാൻ എപ്പോഴും പറയുന്നത് എന്തായിരുന്നു? സ്നേഹം, സ്നേഹം, സ്നേഹം. ഞാൻ പറയും 84 ഇടവകളില് ദൈവം അല്പം കൂടി നിങ്ങളെ ചേർത്ത് പിടിച്ച് കൂടുതൽ സ്നേഹം നൽകിയ ഒരു കൊച്ചു സമൂഹം ഈ ദേവാലയം. ഇന്നിവിടെ ആയിരിക്കുന്നവരും ഇവിടെ ആകാൻ കഴിയാത്തവരും ജീവിതത്തെ ഒന്ന് നവീകരിക്കാനായിട്ട് ഇനിയുള്ള വർഷങ്ങളൊക്കെ പ്ലാൻ ചെയ്യും. കുറെ നാളുകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓരോരുത്തരും വിളിച്ചത് സിനഡാത്മക സഭ. സിനഡെല്ലാം പൂർത്തീകരിച്ചു. ഇനി പ്രവർത്തിച്ചു തുടങ്ങേണ്ട സമയം. പാപ്പ പറഞ്ഞ 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങളിൽ ആദ്യത്തത് കമ്മ്യൂണിയൻ. എന്താ അർത്ഥമൊക്കെ? കൂട്ടായ്മയുടെ ഒരു സമൂഹമായിട്ട് നമ്മൾ വിഘടിച്ച് നിൽക്കാറില്ല. ഒരു കൊച്ചു സമൂഹമായി, ഒരു കൂട്ടായ്മയായി ഈ ഇടവക സമൂഹം ഈ ജൂബിലി, വലിയ ജൂബിലി ആഘോഷത്തിലേക്കുള്ള യാത്രയിൽ ഒരു സമൂഹമായി, ഒരു കൂട്ടായ്മയായി മാറുന്നു.
കൂട്ടം ആയിത്തീരാൻ. കൂട്ടമായിത്തീരുമ്പോഴത്തേക്കാണ് ജനക്കൂട്ടം അല്ലേ? രാഷ്ട്രീയ പാർട്ടിക്കാരുടെയൊക്കെ ഒരു പ്രോഗ്രാമിലും ഭയങ്കര ജനക്കൂട്ടമായിരുന്നു. അവിടെ പരസ്പരം അറിയത്തില്ല. എന്നാൽ കൂട്ടായ്മയില്ല, പരസ്പരം അറിയാതെ നമുക്ക് കൊച്ചു കൊച്ചു കൂട്ടായ്മകളുണ്ട്. ചിലപ്പോഴൊക്കെ കേട്ടിരിക്കുന്നത് ചില അച്ഛന്മാരി മാതാവിന് തിരിച്ചു പ്രയാണമൊക്കെ കഴിഞ്ഞ സമയത്ത് ഒരു അച്ഛൻ പറഞ്ഞ കാര്യമാണ്. മാതാവിനെ അടുത്ത വീട്ടിൽ വഴക്കാം. അപ്പൊ അച്ഛനോട് പറയാം, അവൾ മാതാവിനെ തന്നെ ഞാൻ മേടിക്കുക. അച്ഛൻ പഴയ മാതാവിനെ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചു. എന്തു കൂട്ടായ്മയത്! അത് കൂട്ടം തല്ലിൻ്റെ ഇടമാണെന്ന് ഞാൻ പറയും. അപ്പൊ ഈ ജൂബിലി ആഘോഷങ്ങൾ, പ്രത്യേകിച്ച് അവധി കഴിഞ്ഞ് മുന്നോട്ടുള്ള നിങ്ങളുടെ തീർത്ഥാടനത്തിൽ മനസ്സിൽ കുറിച്ചു വയ്ക്കേണ്ടത് തുരുത്തുകളായി തീരാനുള്ളത്. ഒറ്റക്കെട്ടായി ആദിമ ക്രൈസ്തവ സമൂഹത്തെ കുറിച്ച് പറയുന്നത് എന്താ? അവരൊറ്റ മനസ്സും ഒറ്റ ചങ്കുള്ളവരായിരുന്നവരാണ്. ഈശോയാണ് ശിരസ്. ആ ഈശോയോട് ചേർന്ന് എല്ലാം ചേർന്ന് ഭൗതിക ശരീരത്തിലാണ്. നമ്മുടെ ശരീരത്തിൽ എത്രയോ അവയവങ്ങളുണ്ട്. കൈകൊണ്ടെടുത്ത് കഴിഞ്ഞാൽ ഇത് തന്നെ എന്ത് വ്യത്യാസമാണ്. നമ്മുടെ സമൂഹത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷെ പറയാൻ പറ്റുമോ എനിക്കിതിന് വേണ്ട എന്ന് പറയാൻ പറ്റുമോ? തള്ളവരിനോട് ബാക്കിയുള്ളവരൊക്കെ പറയാം നിന്റെ വേണ്ട നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപൂർണമാണ്. അപ്പോൾ ഒരു കൂട്ടായ്മയുടെ തലത്തിലേക്ക് നിങ്ങൾക്ക് വളരാൻ കഴിയാം. ഒരു പ്രതിജ്ഞ എടുത്ത് ഇന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ ആ ഒരു ചിന്തയോടും പ്രാർത്ഥനയോടും കൂടി കടന്നു പോകാൻ നിങ്ങൾക്ക് കഴിയണം. രണ്ടാമതായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് പാർട്ടിസിപ്പേഷൻ എന്നാണ്. എന്താ? പങ്കാളിത്തമാണ്. മാറി നിൽക്കാനുള്ളവരല്ല. കൈ കെട്ടിയിട്ട് മാറി നിൽക്കുന്നവർക്ക് ഓ എനിക്കൊന്നും പറ്റില്ല, ഈ അച്ഛനെ എനിക്കിഷ്ടമില്ല, ഈ കമ്മിറ്റി എനിക്കിഷ്ടമില്ല, ഈ ലീഡറിനെ എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നില്ല. അങ്ങനെയല്ല. പങ്കാളിത്തം, പങ്കുവെക്കലിൻ്റെ ഒരു സമൂഹമായി നിങ്ങൾ ഓരോരുത്തരുണ്ടാകണം. അത് ഇടവകയിൽ മാത്രമല്ല, കുടുംബത്തിലുണ്ടാകണം. അല്പസമയം പങ്കുവെക്കലിന് വേണ്ടി ഒരു മാറ്റിവെച്ച് സന്തോഷവും ദുഃഖവും വേദനയും. ഇത് ഞാൻ ഇങ്ങോട്ട് പോലും 245 വിഭജനങ്ങൾ വെള്ളിയാഴ്ച മുതൽ വിവരഗിരി മാതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അവസാന നിമിഷമായിരുന്നു കാണാൻ പോയപ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യമൊക്കെ, ഞങ്ങളുടെ കയ്യിലുള്ള മൊബൈലൊക്കെ അച്ഛന്മാരെ മേടിച്ചു വെച്ചു. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മൊബൈൽ പോലും ഇല്ലാതെ കർത്താവിനോട് സംസാരിക്കാൻ ഒരു അവസരമായി മാറി. അപ്പൊ ഈ മൊബൈൽ ഫ്രീ ഒരു ടൈം ഈ ജൂബിലി ആഘോഷങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കൊന്ന് പരിശ്രമിച്ചു. എല്ലാം മാറ്റി വെച്ച് അപ്പൻ അമ്മയും മക്കളും ഒന്ന് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ഭക്ഷണം കഴിക്കുകയും എല്ലാ ദിവസവും പറ്റിയിട്ട് ഞാൻ പറയും ആഴ്ച പിടിക്കലെങ്കിലും ഒന്ന് ഒരുമിച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് ഭാര്യയുടെ അടുത്തൊന്ന് ഇരുന്ന് നോക്കിക്കുകയും ഈ ജൂബിലി വർഷം നവതി കഴിയും ജൂബിലിയിലേക്ക് പ്രവേശിക്കുന്നു. അല്പം നമ്മുടെ അടുത്തൊന്ന് ചേർന്നിരുന്നേ, ഭർത്താവിനോടൊന്ന് ചേർന്നിരുന്നേ. ആദ്യ നാളുകളെ ചോദിച്ചാണ് സുഖമാണ്, നീ സുന്ദരിയായിരിക്കും എന്ന് പറയുകയാണ്. എന്തുകൊണ്ട് ഇപ്പോൾ ഒന്ന് ചേർന്നിരുന്നു സുഖമാണെന്ന് ചോദിച്ചുകൂട? നിനക്ക് വിഷമാണോ, അടുത്തോ എന്ന് പരസ്പരം ചോദിച്ചുകൂട? എൻ്റെ മക്കളെയൊക്കെ ഒന്ന് കേൾക്കാം. അതൊരു വീഡിയോ യാദൃച്ഛമായിട്ട് കണ്ടതാണ്. ഒരു പെൺകൊച്ചു പറഞ്ഞു, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അവൾ അപ്പനെ കുറിച്ച് പറഞ്ഞതാണ്. ആ മനുഷ്യൻ ഓടി നടക്കുകയായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷെ ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു അപ്പൻ എനിക്ക് കിട്ടിയില്ലെന്ന് പറയുന്നവരുമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലാക്കിയത് ഒരു പാർട്ടിസിപ്പേഷൻ, ഒരു പങ്കാളിത്തം എല്ലാ രീതിയിലും നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകണം. മൂന്നാമതായിട്ട് മിഷൻ, അത് ദൗത്യം.
സാധിച്ചു. മെത്രാനാണെങ്കിലും ശരി, വൈദികരാണെങ്കിലും ശരി, സിസ്റ്റേഴ്സാണെങ്കിലും ശരി, കുടുംബജീവിതം നയിക്കുന്നവരാണെങ്കിലും ശരി, യുവാക്കളാണെങ്കിലും ശരി, യുവതികളാണെങ്കിലും ശരി, കുഞ്ഞുമക്കളാണെങ്കിലും ശരി, അവരുടെ വലിയ ദൗത്യം എന്താ? ഈശോയെ കൊടുക്കുക. ഈശോയെ കൊടുക്കാതെ ബാക്കി എന്തൊക്കെ കൊടുത്താലും ഒരു പ്രയോജനമുണ്ടാകും, ഒരു പ്രയോജനമുണ്ടാകും. എന്നെ ഇന്നത്തെ മീറ്റിങ്ങിൽ ഞാൻ ഒരു വാല്യുവേഷൻ നടത്തിയപ്പോൾ ഒരു പയ്യൻ പറഞ്ഞത് ഭയങ്കരം. ഒരു ചെറുക്കൻ പറഞ്ഞ് കുറിച്ച് പറഞ്ഞില്ല, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർ പറഞ്ഞു ശനിയാഴ്ച ഞായറാഴ്ച ക്ലാസ് വരണമെന്ന് പറഞ്ഞു. അവളാണ് ക്ലാസ്സിൽ പോയില്ല, തിങ്കളാഴ്ച ചെയ്യുന്നത് എന്താണെന്ന് അറിയത്തില്ലെന്ന് വളരെ വിഷമിച്ചിരിക്കുക. പക്ഷെ അവൾ പറയാം, എനിക്ക് ഈ സമയം നഷ്ടമായില്ല. വേറെ ഒരുത്തൻ ചെന്നൈയിൽ അത് ജോലി ചെയ്യുക. ഈ ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടപ്പോൾ അവരുടെ കൂട്ടുകാരൻ പറഞ്ഞു, നമുക്കൊന്ന് പോയാലോ? അവൻ ചെന്ന് ഓഫീസിൽ ചെന്ന് ചോദിച്ചു, എനിക്ക് ലീവ് തരുമോ? അവർ പറഞ്ഞു ലീവ് തരികയെന്ന് പറഞ്ഞു. അവനെന്ത് ചെയ്തെന്നറിയാമോ? അവരൊരു പേപ്പർ എഴുതി റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തിട്ട് അവൻ വലിയ ആഗ്രഹം വന്നിരിക്കുക. അതാണ് വിഷയം. അവരുടെ കൂട്ടുകാരൻ വിളിച്ചു, വാ നമുക്കൊരുമിച്ച് ധ്യാനിക്കാം. ഈശോയെ കൊടുക്കാൻ കഴിയുമ്പോഴാണ് ജീവിതം സന്തോഷമാകുന്നതായിത്തീരുക. ഞങ്ങളുടെയൊക്കെ പൗരോഹിത്യങ്ങളൊക്കെ സന്തോഷം നടന്നതായിത്തീരുമ്പോൾ ഒരാൾക്കെങ്കിലും ഈശോയുടെ മുമ്പിൽ ഈശോ ആയിത്തീരണം. പണ്ടൊക്കെ നമുക്ക് പാരമ്പര്യത്തിൽ നമ്മൾ എല്ലാവരെയും കാണുമ്പോൾ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാം, അല്ലേ? അപ്പം അതൊക്കെ പോയി. പ്രാർത്ഥന കഴിയുമ്പോൾ മുതിർന്ന ആൾക്കാർ, അല്ലേ, വലിയവരാണ് സ്തുതി കൊടുക്കും, വലിയച്ഛന് കൊടുക്കും, അപ്പന് കൊടുക്കും, അമ്മയ്ക്ക് കൊടുക്കും, ചേട്ടന് കൊടുക്കും, ചേച്ചിക്ക് കൊടുക്കും. ഏറ്റവും അവസാനം പിന്നെ അനിയനാണെങ്കിൽ അവനില്ല, എനിക്ക് എന്ന് പറയും. ഇന്ന് പ്രാർത്ഥനയില്ലാത്തവർ ഇതൊന്നുമില്ല. ഈശോ ശരിയാക്കി സ്തുതിയായിരിക്കട്ടെ എന്ന് എന്നെ നോക്കി ആരെങ്കിലും പറഞ്ഞാൽ ഞാനിപ്പോൾ ചിന്തിക്കുന്നത്, ഈശോയെ എനിക്കൊരു ഈശോ ആകാൻ പറ്റുന്നുണ്ടോ? എൻ്റെ മുഖത്ത് പോയിട്ടല്ലേ പറയട്ടെ ഈശോ ശരിയാക്കി സ്തുതിയായിരിക്കട്ടെ എന്ന്. നമ്മുടെ ജീവിതങ്ങൾ ഈശോയുടെ ജീവിതമായി തീരണം. അതിന് ഇനിയുള്ള ദിനങ്ങൾ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു കൂട്ടായ്മയായി പങ്കുവയ്ക്കരുത്, ഒപ്പം ഈശോയെ പകർന്നു നൽകുന്ന ജീവിതത്തിൻ്റെ ഉടമകളായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിയട്ടെ. വിചാരിക്കുന്ന എല്ലാവരുടെയും നിങ്ങൾക്ക് ജൂബിലിയുടെ പ്രത്യേകിച്ച് നവതിയുടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ദൈവം ദൈവത്തെ വിശ്വസിക്കുന്നേ. ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങളെല്ലാത്തിന്റെയും സൃഷ്ടാവും സർവ്വേകശക്തനുമായ ദൈവം പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലായോഗങ്ങൾക്കും മുൻപോ പിതാവിൽ നിന്നോ ജനിച്ചോരു ദൈവസുതനും ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നേ. ദൈവത്തിൽ
അനുഗ്രഹങ്ങളുടെയും ജീവന്റെയും നീരുറവയിൽ നിന്ന് ലോകം മുഴുവനും പാലം ചെയ്യുന്നതിനായി സർവശക്തനായ ദൈവത്തോട് നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, പരിശുദ്ധ കത്തോലിക്ക സഭയിൽ അംഗങ്ങളായി ജീവിക്കുവാൻ ഞങ്ങളെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സഭാ തലവനായ അങ്ങയുടെ ശുശ്രൂഷ ചെയ്യുവാൻ ഈ ഭൂമിയിൽ നിന്ന് അങ്ങേ തെരഞ്ഞെടുത്ത് നിയോഗിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും മെത്രാന്മാരെയും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ സെബാസ്റ്റ്യൻ പിതാവിനെയും സഹായ മെത്രാൻ ജസ്റ്റിൻ പിതാവിനെയും എല്ലാ സന്യസ്തരെയും ആത്മായ നേതാക്കളെയും നിന്റെ ആത്മാവിനെ അയച്ച് വിശദീകരിക്കണമേ. നിന്റെ സഭയ്ക്ക് ഉപ്പും ലോകത്തിന് പ്രകാശവുമായി പ്രവർത്തിച്ച് ദൈവരാജ്യത്തിന്റെ മാതൃകയായി നിലകൊള്ളുവാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, കുരിശിന് യാഗമായി മാറിയ ക്രിസ്തുവിനെ പോലെ എന്നും ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി സ്വജീവിതം മാറ്റിവെച്ച എല്ലാ പുരോഹിതരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജനനം മുതൽ മരണം വരെ കൂദാശകളിലൂടെ നമ്മെ ശക്തിപ്പെടുത്താൻ, നാം തളരുമ്പോൾ നമുക്ക് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കാൻ ഒരു സുഹൃത്തായി, സഹോദരനായി, മകനായി, അപ്പനായി നമ്മോടൊപ്പം താങ്ങായി നിൽക്കുന്നവരാണ് ഓരോ വൈദികരും. സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ യാത്രയിൽ നമ്മെ സഹായിക്കുന്നവരാണ് വൈദികർ. ഈ കാലം അത്രയും ഈ അൾത്താരിൽ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും ഓർത്ത് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകിച്ച് ഇതേ ദിനം നമുക്കായി ദിവ്യ വിരുന്നർപ്പിക്കുന്ന നമ്മുടെ രൂപതയുടെ സഹായ മെത്രാനായ അഭിമന്യ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ പിതാവിനെയും സഹകാർമ്മികരായിരിക്കുന്ന വലിയ റവറൻഡ് ഫാദർ സ്റ്റീഫൻ പുത്തപ്പറമ്പിൽ, ഫാദർ പീറ്റർ കുട്ടമ്പറമ്പിൽ, ഫാദർ പീറ്റർ നെൽസൺ, ഫാദർ എമാനുവൽ സെമ്പാറയിൽ, ഫാദർ മാത്യു കൊഴത്തിൽ, ഫാദർ ജോർജ് ലോബോ, ഫാദർ ജിൻസൺ പുതുശ്ശേരിൽ എന്നിവരെയും ഞങ്ങളുടെ സ്നേഹ ബഹുമാനപ്പെട്ട വികാരി പോൾ കാനപ്പള്ളി അച്ഛനെയും മറ്റെല്ലാ വൈദിക ശ്രേഷ്ഠരെയും അങ്ങേ കരവലയത്തിൽ കാത്തു സംരക്ഷിക്കണമേ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, നവതിയുടെ സമാപനം കുറിക്കുന്ന ഇന്നേ ദിനം ഇടവേള എല്ലാ കുടുംബങ്ങളെയും അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും ഐക്യവും പുലരുവാനും കുടുംബാംഗങ്ങൾ എല്ലാവരും ആത്മത്തോടും സന്തോഷത്തോടെയും ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നേരുവണ്ണം നിർവഹിക്കുവാനും വേണ്ട കൃപ നൽകണമെന്നും കുടുംബങ്ങളിൽ നിന്നും ദൂരെയായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരുണയാൽ സംരക്ഷിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ പിതാവേ, കഴിഞ്ഞ 90 വർഷമായി ഈ ഇടവക സമൂഹത്തിലേക്ക് അങ്ങ് ചൊരിഞ്ഞ എല്ലാ നന്മകളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഇടവക തിരുനാളും നവതി ആഘോഷവും നന്നായി ക്രമപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങളെ ധാരാളമായി അനുഗ്രഹിച്ചല്ലോ. ഈ ആഘോഷങ്ങളിൽ സാമ്പത്തികമായും അധ്വാനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സഹകരിച്ച എല്ലാവരെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. തിരുനാളും നവതി ആഘോഷവും ഈ ദേശത്തിന് അനുഗ്രഹത്തിന്റെയും വിശ്വാസ പ്രഘോഷണത്തിന്റെയും അവസരമായി മാറ്റണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത ഈശോയെ, അവസാനമില്ലാത്ത യുദ്ധങ്ങളും കലഹങ്ങളുടെ മധ്യേ ഭയപ്പെട്ട് ജീവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ധൈര്യപ്പെടുത്തണമേ. മതങ്ങൾ തമ്മിലും ലോകരാഷ്ട്രങ്ങൾ തമ്മിലും പരസ്പരം സമാധാനത്തിലും സഹിഷ്ണുതയിലും സൗഹൃദത്തിലും കഴിയുവാൻ എല്ലാ മത രാഷ്ട്രീയ അധികാരികളെയും നിന്റെ ആത്മാവിനാൽ നയിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത് പാപത്തിന്റെയും മരണത്തിന്റെയും മേൽ വിജയം നേടിയ യേശുവേ, മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ കനിവുണ്ടാകണമേ. കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യഭാഗ്യത്തെ നോക്കി പാർത്തിരിക്കുന്ന ഈ സഹോദരങ്ങളുടെ അയോഗ്യതകൾ പരിഗണിക്കാതെ അവരെ അങ്ങ് സ്വർഗഭാഗ്യത്തിൽ ചേർത്തരണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധി പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കുവാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. ഈ